കുപ്രസിദ്ധ കുറ്റവാളി പടയപ്പ ഫൈസലും കൂട്ടാളി ആഷിഖും പോലീസിന്റെ പിടിയിൽ. MDMA വിൽപ്പനയുമായി ഇടുക്കിയിലെത്തിയപ്പോഴാണ് തൊടുപുഴ പോലീസ് പ്രതികളെ പിടികൂടിയത്. MDMA വിൽപ്പനയ്ക്ക് പുറമെ ഇരുവരും കൊട്ടേഷൻ നീക്കങ്ങൾക്ക് എത്തിയതാണോ എന്നും പോലീസ് സംശയിക്കുന്നു. ലഹരി കച്ചവടം, ഗുണ്ടായിസം, മോഷണം, അടിപിടി, അക്രമം അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർ പടയപ്പ ഫൈസലും കൂട്ടാളി ആഷിഖും. ഇരുവരും ഫോർട്ട് കൊച്ചി സ്വദേശികൾ. നിരവധി സംഭവങ്ങളിൽ നേരിട്ടിടപെട്ടിട്ടും പല കുറ്റകൃത്യങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. കഴിഞ്ഞ രാത്രി തൊടുപുഴയിലെത്തിയതോടെ സംശയം തോന്നിയ പോലീസ് പിന്നാലെ കൂടി. പോലീസ് നീക്കം മനസ്സിലാക്കി ഇരുവരും ഓടി രക്ഷപ്പെടാനും ശ്രമം തുടങ്ങി. ദേഹപരിശോധനയിൽ 4.18 ഗ്രാം MDMA-യും രാസഗുളികകളും കണ്ടെടുത്തു. പക്ഷേ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. പോലീസിനെ കണ്ടുകൊണ്ട് ഇവര് ബൈക്കിൽ നിന്ന് ഓടാൻ ശ്രമിച്ചു. അവരും കൂടെയുണ്ടായിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും SIയും കൂടെ അയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ഇയാള് നമുക്ക് വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മളോട് സംസാരിച്ചത്. സംശയം തോന്നി നമ്മൾ SI അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധന നടത്തിയ സമയത്താണ് അയാളുടെ കയ്യിൽ നിന്നിട്ട് നമുക്ക് 4.18 ഗ്രാം MDMA പിന്നെ നൈട്രോസ്പാമിന്റെ ഒരു ടാബ്ലറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒന്നാം പ്രതി പടയപ്പ ഫൈസൽ എറണാകുളത്തെ പ്രധാന MDMA കച്ചവടക്കാരനാണ്. കൂടാതെ നിരവധി കേസുകളിൽ പ്രതിയും. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. രണ്ടാം പ്രതി ആഷിഖിന് 248 കിലോഗ്രാം കഞ്ചാവ് കടത്തിയ കേസിൽ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. 21 മാസം റിമാൻഡിന് ശേഷം പുറത്തിറങ്ങിയതാണ്. തോപ്പുംപടി പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. മാലമോഷ്ടികൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയുമാണ്. പടയപ്പ ഫൈസൽ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അയാൾ എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു MDMA വ്യാപാരം നടത്തുന്ന ആൾ, ഉപയോഗിക്കുന്ന ആളൊക്കെയാണ്. ഇവരുടെ ഒരു വലിയൊരു നെക്സസ് തന്നെ ഉണ്ട്. നമ്മൾ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അയാളെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് വിശദമായി വീണ്ടും ചോദ്യം ചെയ്യും. പ്രതികൾ തൊടുപുഴ കേന്ദ്രീകരിച്ച് MDMA വിൽപ്പനയ്ക്കെത്തിയെന്നാണ് പോലീസ് നിഗമനം. കൊട്ടേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്കായി കളം ഒരുക്കാൻ എത്തിയതാണോ എന്ന സംശയവും പോലീസിനുണ്ട്. കോടതി റിമാൻഡ് ചെയ്ത പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകി ചോദ്യം ചെയ്യാനാണ് തൊടുപുഴ പോലീസിന്റെ തീരുമാനം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.